അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6 സെന്റ് സ്ഥലത്തെ 2 നില 5 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. നല്ല സൗകര്യമുള്ളൊരു വീട് കേട്ടോ. ഇതിൻ്റെ 2 ഭാഗവും റോഡാണ് വരുന്നത്. ഈ ഓട്ടോ പോകുന്ന അതിൽ റോഡ് വരുന്നുണ്ട്, നേരെ സൈഡിൽ കൂടെ 2 ഭാഗത്തൂടെയും റോഡ് വരുന്നുണ്ട്. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. പുതിയ വീടല്ല, കുറച്ചൊരു പഴക്കണ്ട വീടിന്, എങ്കിൽ കൂടി പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഒന്ന് റിനോവേഷൻ വർക്ക് നടത്തിയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു വീടാണ്. സ്ലൈഡിങ് രീതിയിലുള്ള ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നീക്കുന്ന ഗേറ്റാണ്. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. മുറ്റം ഇതുപോലുള്ള പുതിയ മോഡൽ ഇൻ്റർലോക്കൊക്കെ പതിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. മലപ്പുറം ജില്ലയിലെ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷന്, ഇതിന് ഉദ്ദേശിക്കുന്ന വില, ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൂടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് വീട് കാണാം. ഫ്രണ്ട് ഭാഗം ഇതുപോലുള്ള ഇവിടെ ഒരു ചിക്കുണ്ട്, ഒരു സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിയിൽ ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല പേൾ ഗ്രാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് മതിലിൻ്റെ ഭംഗിയാണ്, നല്ല രീതിയിലൊക്കെ ഫ്രണ്ട് ഭാഗം മതിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പേരക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഒട്ടുമാവുണ്ട്. ഇപ്പോൾ അതിമലൊക്കെ മാവുണ്ട്, മാങ്ങ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ട് ഭാഗം ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത്. വെള്ളം വറ്റാത്ത നല്ലൊരു കിണറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്ലാവുണ്ട്, നല്ല വിയറ്റ്നാമിയർലി പ്ലാവ്. ഇതുണ്ട്, ചെറിയ മരത്തുമ്പലാണ് ഇത്രയും ചക്ക ഉള്ളത്. നല്ല കണ്ണിന് കുളിർമയേകുന്ന നല്ല കാഴ്ച. അതൊക്കെ അടിയിലിത് പൊട്ടിച്ചിട്ടതല്ല, മുരടിലെ വേരുമണ്ണിൽ തന്നെ ചക്ക കായ്ച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലാവുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വസ്ത്രങ്ങൾ ഒരു തിരുമ്പാങ്കലിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ മൂലക്കൽ ഒരു ചെറിയൊരു തെങ്ങും തൈ വെച്ചിട്ടുണ്ട്. ഇതാണ് ബാക്ക് സൈഡ്. പിന്നെ വെള്ളം പറ്റാത്ത നല്ലൊരു കിണറാണ് കേട്ടോ അത്. മുറ്റേ ഈ ഭാഗമൊക്കെ ചിപ്സ് മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല വൃത്തിയുള്ളൊരു വീട്. അത് ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നേരെ ഫ്രണ്ടിൽ റോഡാണ് വരുന്നത്. ഇനി ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. ചുമരിലൊക്കെ നല്ല രീതിയിലുള്ള സ്റ്റോണിലൊക്കെയുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. അതുപോലെ തന്നെ വിൻഡോസിനൊക്കെ ജനലിലൊക്കെ എച്ചിങ് രീതിയിലുള്ള ഗ്ലാസ്സിൽ ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ നല്ല ഗ്ലാഡിങ് സ്റ്റോൺ ലുക്കിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇതാണ് സിറ്റിംഗ് ഏരിയ വരുന്നത്. ഒരു എൽ ഷേപ്പിലുള്ളൊരു സിറ്റിംഗ് ഏരിയ ആണ്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വലിയ രീതിയിലുള്ള നല്ല ഫുൾ ബോഡി ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഇവിടെ കുറച്ച് ഗ്രാസ് പുല്ലൊക്കെ വെച്ചിട്ട് നല്ലൊരു പോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വുഡൻ രീതിയിലുള്ള വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു ട്രസ് വർക്ക്. ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണിത്. ഇതാണ് വീടിൻ്റെ ടോട്ടലി ഫ്രണ്ട് ഭാഗം ഒരു ഔട്ട്ലൈന്. വീടിൻ്റെ മെയിൻ ഡോർ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതുണ്ട്, അതിലൊക്കെ ഗ്ലാസ്സിൽ ഡിസൈൻ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ഹാള്. ഇതിൻ്റെ മുകൾ ഭാഗം സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ. ഏകദേശം 1800 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് ഈ വീട്. അടിഭാഗത്ത് 2 ബെഡ്റൂമാണുള്ളത്, മുകൾ ഭാഗത്ത് 3 ബെഡ്റൂം, ടോട്ടലി 5 ബെഡ്റൂം ഉണ്ട്. ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് 4x2 സൈസിലുള്ള ഇതുപോലുള്ള സെറാമിക് ടൈലാണ്. ഹാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലൊക്കെ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കാണ്. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള ബോക്സ് ടൈപ്പിലുള്ള വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹാളിൽ ഈ ഭാഗത്തായിട്ട് ഷോക്കേസിന് നല്ല ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റിൽ. ഇനി ആ തട്ടായിട്ട് നമുക്ക് അതിൽ റാക്കുകളൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുള്ള ഷോക്കേസ് അവിടെ സെറ്റ് ചെയ്യാൻ കഴിയും. ഇനി ഈ ഭാഗത്തായിട്ട് ഹാളിൽ തന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. അടിഭാഗത്ത് ഒരു കോമൺ ബാത്റൂമാണുള്ളത്, പുറത്തൊരു ബാത്റൂമുണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ചുമരൊക്കെ നല്ല രീതിയിലുള്ള സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്.
ഇനി ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. അടിഭാഗത്ത് 2 ബെഡ്റൂമാണുള്ളത്, അതിലൊരു ബെഡ്റൂമാണിത്. ബെഡ്റൂമുകൾ ആവറേജ് സൈസാണ്, 10-9 സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ്. ചുമരിലേക്ക് ഇതുപോലുള്ള അലമാരിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. ഈ ഭാഗത്തായിട്ട് ഇവിടെ മറ്റൊരു ബെഡ്റൂം. ഈ ബെഡ്റൂമും ഒരേ സൈസിൻ്റെ വരുന്നത് 10-9 സൈസിൽ വരുന്ന ബെഡ്റൂമാണിത്. ചുമരിൽ അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് കേട്ടോ. പുതിയ വീടല്ല, താമസിച്ചിട്ടുള്ള വീടാണ്. വലിയ പഴക്കമൊന്നുമില്ല വീടിന്. ഇനി ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ വരുന്നത്. എൽ ഷേപ്പിലുള്ള ഇവിടെ ഒരു കിച്ചൺ സ്ലാബൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് സെറാമിക് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇവിടെ കിച്ചൺ സിങ്ക് ഉണ്ട്. മുകൾ ഭാഗം ഇവിടെ റാക്ക് കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ചെറിയൊരു സ്റ്റോർ റൂം ഉണ്ട്. 3 ലെയറായിട്ട് സ്ലാബൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് കിച്ചനോട് ചേർന്നിട്ട് വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയൻ്റെ അടിഭാഗം ഡാർക്ക് രീതിയിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. നല്ല ഗ്രിപ്പുള്ള ടൈല്. ഇവിടെ ആലുവ പുകയില്ലാത്ത അടുപ്പുണ്ട്. കിച്ചൺ സിങ്ക് ഉണ്ട്. ചുമരിൽ കുറച്ച് ഭാഗം ഇതുപോലുള്ള നല്ല ബോർഡർ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ചുമരിലൊക്കെ ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇനി വീടിൻ്റെ പുറത്തൊരു കോമൺ ബാത്റൂം ഉണ്ട്. ഇവിടെ ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. സാധാരണ നാടൻ ക്ലോസറ്റ്, ഒറീസപ്പാൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് 3 ബെഡ്റൂം വരുന്നുണ്ട്. ഒരു ഹാള്, ഒരു ബാൽക്കണി, സിറ്റ് ഔട്ട്. ഇത്രയാണ് മുകളിലുള്ളത്. ഈ 3 ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുകൾ ഭാഗത്ത്. അത് കൂടാണ്ട് ഒരു കോമൺ ബാത്റൂം വേറെയുണ്ട്. ഇതാണ് മുകൾ ഭാഗത്ത് ഒരു ഹാള് വരുന്നത്. ഇതാണ് ഹാളിലുള്ള കോമൺ ബാത്റൂം. യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതാണ് ഒരു ബെഡ്റൂമുകളെല്ലാം ഒരേ സൈസിലാണ് വരുന്നത്. ഏകദേശം 10-9 ആ സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ 5 വരുന്നത്. അതിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അത് കൂടാണ്ട് 3 കോമൺ ബാത്റൂം. ടോട്ടലി 4 ബാത്റൂം, 5 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. നേരെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ബെഡ്റൂം. ഈ ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ്. ചുമരിൽ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ടെറസ് റൂഫ് ഭാഗം സ്ലോപ്പിലാണ് വാർത്തിട്ടുള്ളത്. 2ാം നിലയാണ്. ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത്. യൂറോപ്യൻ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു ലെങ്തി ആയിട്ടുള്ള നീളത്തിലുള്ള ഒരു ബാത്റൂമാണിട്ടത്. ഇനി ഇതാണ് മറ്റൊരു ബെഡ്റൂം. അപ്പോൾ ഇങ്ങനെ ടോട്ടലി 5 ബെഡ്റൂം ഉണ്ട് ഈ വീട്ടിൽ. വാതിൽപ്പൊളികളും ജനൽപ്പൊളികളും ഇതൊക്കെ നല്ല മരമാണ് കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ ബ്രൗൺ കളർ കാണുമ്പോൾ ഇതിപ്പോൾ റെഡിമെയ്ഡ് വരുന്ന ആ വാതിൽപ്പൊളിയാണെന്ന് കരുതും. അതല്ല, നല്ല മരം വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ഹൈലൈറ്റ് ഇതാണ്. മുകൾ ഭാഗം നല്ലൊരു ബാൽക്കണി സിറ്റ് ഔട്ട് ഉണ്ട്. നല്ല വിശാലമായിട്ടുള്ള നല്ലൊരു സിറ്റ് ഔട്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗം മുകളിൽ ട്രസ് വർക്ക് ചെയ്തതാണ്. നല്ലൊരു സൂപ്പർ, അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു സിറ്റ് ഔട്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇവിടെ ട്രസ് വർക്ക് ചെയ്തിട്ടുള്ള ടഫൺ ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത്. നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ. ഇവിടെ ലെങ്തി ആയിട്ട് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നല്ല നീളത്തിൽ ഒരു സിറ്റിംഗ് ഏരിയ.
മുകളിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണിത്. ഇതുണ്ടോ, ചുറ്റും നിറയെ വീടുകളാണ്. നല്ലൊരു സൂപ്പർ പ്ലേസ്. എന്താ വൈബ്, നല്ല സ്ഥലം. 2 ഭാഗവും റോഡ് വരുന്നുണ്ട്. അടുത്തൊക്കെ നിറയെ വീടുകളുണ്ട്. നല്ലൊരു സൂപ്പർ ഏരിയ. ഓ, 6 സെന്റ് സ്ഥലത്തെ 2 നില 5 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു സൂപ്പർ വീട്. പുതിയ വീടല്ല, വീട് കുറച്ചൊരു പഴക്കമുണ്ട്. അത് പുതുതായിട്ടൊന്ന് റിനോവേറ്റ് നടന്നിട്ടുള്ള ഒരു വീടാണ്. 2 ഭാഗവും റോഡ് ഫ്രണ്ടേജ് ആണ്. വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട്. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുള്ള, ആര് കണ്ടാലും കുഴപ്പമില്ല, നല്ല ഭംഗിയുള്ള വീടാണെന്ന് പറയുന്ന നല്ലൊരു സൂപ്പർ വീട്, നല്ല ഭംഗിയായിട്ടുള്ളൊരു വീട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി താമരശ്ശേരി ഭാഗത്താണ്. കോഴിക്കോട് ഭാഗം മുക്കം താമരശ്ശേരി, അവിടെ ഒരു താമരശ്ശേരി ഉണ്ട്, അതല്ല മഞ്ചേരി ഭാഗത്തുള്ള താമരശ്ശേരി. മഞ്ചേരി ടൗണിൽ നിന്ന് പാണ്ടിക്കാട് റൂട്ടിൽ ഏകദേശം ഒരു 7 കിലോമീറ്ററാണ് ദൂരപരിധി. അതായത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം 500 മീറ്റർ, ബസ് ഇറങ്ങി കഴിഞ്ഞാൽ 500 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഏകദേശം ഈ വീട്ടിലേക്കുള്ള വഴിദൂരം. ഉദ്ദേശിക്കുന്ന വില 46 ലക്ഷം രൂപയാണ്. 46 lakh rupees. 5 ബെഡ്റൂം ഉണ്ട്, അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ വീട്. അപ്പോൾ ഈ വിലയുടെ കാര്യം പറയുമ്പോൾ നമ്മൾക്ക് ഈ വീട് കണ്ട് പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾക്ക് വീട് പോയിട്ട് നേരിട്ട് സന്ദർശിക്കാം. വീടൊക്കെ കണ്ട് പറ്റിയതിന് ശേഷം ഈ 46 എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. ചിലപ്പോൾ ഒരുപാട് കീഴ്പ്പെട്ട് പോരും. അപ്പോൾ ആദ്യം വീട് കണ്ടിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചുകൊണ്ട് വിലയുടെ കാര്യത്തിലൊക്കെ കുറച്ചൊക്കെ ഒന്ന് തീരുമാനമാക്കാം. ഈ പറഞ്ഞ വിലയിൽ നിന്ന് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ബാക്കിലേക്ക് പോരും. അപ്പോൾ വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ പെട്ടെന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. ഒരുപാട് ആവശ്യക്കാരുണ്ട്. ചെറിയ ലോ ബഡ്ജറ്റ് വീട് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ കസ്റ്റഡിയിലുണ്ട്. ചെറിയ വിലയുടെ ഒരു 10-12 ലക്ഷം രൂപയുടെ ഒക്കെ വീട്, 20 ലക്ഷം രൂപയുടെ ചോടൊക്കെ ഒരുപാട് ആൾക്കാർ വീടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് ഉണ്ട്. അപ്പോൾ കണ്ടമാനം ആളുകളുണ്ടാവും ഇങ്ങനെ വീട് വിൽക്കാനായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഒന്ന് ലൈക്ക് അടിച്ചോളൂ, മാക്സിമം വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.